മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കോൺഗ്രസ് നേരത്തെ ഒരുങ്ങുന്നു, ഞങ്ങൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്നൊരു തോന്നൽ തിരുവനന്തപുരത്തെ അവരുടെ ഒരു വേഗതയുള്ള ചടുലമായ ചില മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പൊതുചിത്രത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് അത് സാധ്യമാകുമോ? കാരണം ഈ സീറ്റ് വീതമൊപ്പം അടക്കമുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് കോൺഗ്രസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ പൊതുവിൽ, ഇത് തിരുവനന്തപുരത്തിന് പുറമെ? അത് തിരുവനന്തപുരത്തെ മാത്രം ഒരു കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കൊല്ലത്ത് ഇന്നലെ കൊല്ലത്തിന്റെ ചുമതല VS ശിവകുമാറിനാണ്. അവിടെ പിന്നെ RSPയും ലീഗുമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കി. ഏതാണ്ട് സ്ഥാനാർത്ഥികളെയും പരമാവധി അവർ ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് മുരളി നേരത്തെ തന്നെ അതിന്റെ ചില പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം രംഗത്ത് വന്നു. ഇവിടെ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു DCC പ്രസിഡന്റ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ ശക്തൻ അത് രാജി കൊടുത്തിരിക്കുകയാണ്, എങ്കിലും അദ്ദേഹം തുടരുന്നു. എന്നിട്ട് പോലും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റ് ജില്ലകളിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് പ്രാദേശിക വാർത്തയായതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ കിട്ടുന്ന പത്രങ്ങളിൽ ലഭിക്കണമെന്നില്ല, ചാനലുകളിലും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ഒരു ചിത്രമില്ല. പക്ഷേ ഇത്തവണ വളരെ കൃത്യമായിട്ട് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒരു വളരെ ഗൗരവമായ ഒരു സമീപനമാണ് പുലർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഈ തിരുവനന്തപുരത്തു നിന്നും ഒരു നല്ല ഒരു സംഘടിതമായ ഒരു ആസൂത്രിതമായ ഒരു പ്രവർത്തനം പോലും നടന്നിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു ശ്രമം ഇത്തവണ നടത്തുന്നുണ്ട്. അതിന്റെ ഫലങ്ങളാണ് ഇപ്പൊ നമുക്ക് ഈ തിരുവനന്തപുരം കൊല്ലം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റു ജില്ലകളിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെയും അങ്ങനെ ആവാനാണ് സാധ്യത. ഓരോരുത്തർക്ക് ഓരോ ജില്ല കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ കൃത്യമായ ഒരു നിരീക്ഷണം ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പിന്നെ ദീപദാസ് മുൻഷി തിരുവനന്തപുരത്ത് ഒരു വീടെടുത്ത് താമസിച്ച്, അല്ലെങ്കിൽ ഫ്ലാറ്റാണെന്ന് തോന്നുന്നു, വീടെടുത്ത് താമസിച്ച് ഇവിടെ പ്രവർത്തനം നടത്തുകയാണ്. ഇവിടെ ചെറിയ ചെറിയ പരിപാടികളിൽ പോലും സംസ്ഥാനം ഉടനീളമുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇത് ഒരിക്കലും ഇല്ലാത്തതാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളപ്പോൾ ഈ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വരും. അത് മാത്രമല്ല, അവർക്ക് അങ്ങനെ വലിയ റോളും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല. ജനറൽ സെക്രട്ടറിക്ക് റോളുണ്ട്. അവർ കൃത്യമായിട്ട് അത് കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ AICCയുടെ ഒരു കൃത്യമായ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു സംവിധാനം അവർക്കുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ. കാരണം അടുത്ത മെയ്യിലേക്ക്, അല്ലെ ഏപ്രിൽ മെയ്യിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക. ഇതൊരു സെമി ഫൈനൽ എന്നൊക്കെയാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഇവിടുത്തെ റിസൾട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തന രീതി, ഇവിടുത്തെ പ്രവർത്തന മികവ്, അതൊക്കെ അസംബ്ലിയിലും അല്ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരണമല്ലോ. അതുകൊണ്ട് പതിവില്ലാത്ത ഒരു പ്രാധാന്യം പാർട്ടി നൽകുന്നുണ്ട്. കേന്ദ്ര പാർട്ടി തന്നെ നൽകുന്നുണ്ട്. അതിന്റെ ഗുണങ്ങൾ അവർക്കുണ്ടാകുമെന്നാണ് എന്റെ ഒരു വിചാരം. ഈ മുമ്പ് പല ഘട്ടങ്ങളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വിപരീതമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്ന ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കുമ്പോൾ LDFന് ഒരു വലിയ ആധിപത്യം സംസ്ഥാനത്ത് പൊതുവിലുണ്ട് താനും. അപ്പോൾ ഇത്തവണ തദ്ദേശത്തിന്റെ ഫലം എതിരായാൽ ഇനി കേരളത്തിൽ പ്രതീക്ഷയ്ക്ക് കാര്യമില്ല എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിന് പൊതുവിലുണ്ടോ? അതാണോ ഈ വലിയൊരു മുന്നൊരുക്കങ്ങളുടെ അടിസ്ഥാനം? എനിക്ക് തോന്നുന്നത് ഈ താങ്കൾ പറഞ്ഞതുപോലെ അപ്പം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് തിരിച്ചടി ഉണ്ടായാലും നിയമസഭയിൽ അത് പലപ്പോഴും പ്രതിഫലിക്കാറില്ല. ചിലപ്പോൾ പ്രതിഫലിക്കും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു വാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ചെറിയൊരു പ്രദേശമാണ്, ചെറിയ സംഖ്യ വോട്ടർമാരാണ്. പിന്നെ വ്യക്തിപരമായ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങള്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില മൈന്യൂട്ടായിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ അവിടെ വളരെ നിർണായകമാകാറുണ്ട്. അതൊക്കെയാണ് ഇതിനെ നയിക്കുന്നത്. പിന്നെ പക്ഷേ ജില്ലാ പഞ്ചായത്തൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ, അതായത് ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡ് ഒരു നിയമസഭാ വാർഡിന്റെ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു പകുതിയൊക്കെ ഏകദേശം വരുന്നത്. അപ്പൊ അതൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവിടെ ഈ റിസൾട്ട്, ഈ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അടുത്ത നിയമസഭയിൽ പ്രതിഫലിപ്പിക്കണമെന്ന ഉദ്ദേശത്തിലല്ല കോൺഗ്രസ് ചെയ്യുന്നത്. ഇതൊരു പിന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ഒരു ട്രെയിനിങ് പോലെ തന്നെയാണ്. വേണമെങ്കിൽ അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഒരു കെട്ടുറപ്പും ഒരു ഐക്യബോധവും പ്രവർത്തനത്തിൽ ഒരു ലക്ഷ്യബോധവും ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ മെയ്യും ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഇരട്ടി ഫലപ്രദമായിട്ട് പാർട്ടിയെ, അല്ലെ പാർട്ടി അണികളെ, പ്രവർത്തകരെ കൊണ്ടുപോകാൻ പറ്റും. അതൊരു മനഃശാസ്ത്രപരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നന്നായിട്ട് പ്രവർത്തിച്ചു, അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, സുസംഘടിതമായിരുന്നു, ആസൂത്രിതമായിരുന്നു എന്നൊക്കെ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു തുടർച്ച ഇങ്ങനെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ ഇവിടുത്തെ റിസൾട്ട് ഗംഭീരമായാൽ അടുത്ത റിസൾട്ട് ഗംഭീരമാകുമെന്നുള്ളൊരു തോന്നലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നന്നായിട്ട് പ്രവർത്തിച്ച് കാണിക്കുക,
അത് പ്രവർത്തകർക്ക് ഒരു ഉത്സാഹവും പ്രവർത്തകർക്ക് ഒരു മാതൃകയാകും. കാരണം വെറും 6-7 മാസം 8 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു ജനയുണ്ട്. അപ്പൊ അവര് നല്ല മാതൃക ഇവിടെ കൊണ്ടുവരിക, നല്ലൊരു രീതി അത് ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് റിസൾട്ട് പ്രധാനമല്ലെന്നല്ല, തീർച്ചയായിട്ടും റിസൾട്ടും പ്രധാനമാണ്. പക്ഷേ മറ്റൊരു ഘടകം, ഒരു വശം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാണ്. ഈ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പൊതുവിൽ ഒരു ആക്ഷേപമുള്ളത്, ഒരു MLA ഒക്കെ ആയിക്കഴിഞ്ഞാൽ വാർഡിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. സ്വന്തം വാർഡിലെ പ്രവർത്തനങ്ങളോ അങ്ങനെ താഴെക്കടയിലേക്ക് അവർക്ക് ചിന്ത പോകാറില്ല. എന്നാൽ അത് പോരാ എന്നൊരു തോന്നലുള്ളവക്കാൻ ഒരു പക്ഷേ ഈ മൂവ്മെന്റ് ഇടവെക്കുന്നുണ്ടാവും. ഇതിനിടയിൽ വരുന്ന ഒരു വാർത്ത, AICCയുടെ ഒരു പുതിയ നിരീക്ഷക സംഘം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേതാക്കളുടെ ഇടപെടലൊക്കെ നിരീക്ഷിക്കാൻ രംഗത്തുണ്ടെന്നു കൂടിയാണ്. അപ്പോൾ നിയമസഭയിൽ സീറ്റ് വേണം, പരിഗണന വേണമെങ്കിൽ നിങ്ങൾ തദ്ദേശത്തിനും നന്നായി സജീവമാവണം എന്നത് ഒരു സ്ട്രാറ്റജിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ KPCC എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇപ്പോ അവർക്കിപ്പോ 59 എന്തോ ജനറൽ സെക്രട്ടറിമാരാണല്ലോ, ചിലപ്പോൾ 1-2 പേരൊക്കെ വരുമെന്ന് പറയുന്നു. അപ്പൊ അവരിപ്പോ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ചില മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, നേരത്തെ ഞാനത് മനസ്സിലാക്കിയതുമാണ്. അതായത് 140 നിയമസഭാ മണ്ഡലങ്ങളില് ഒരു ജനറൽ സെക്രട്ടറിക്ക് 2-3 നിയോജക മണ്ഡലങ്ങളുടെ പരിപൂർണ ചുമതല ഏൽപ്പിക്കുക. അത് തീരുമാനമായി കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് പറഞ്ഞാല് തിരുവനന്തപുരത്ത് പാറശാല, നെയ്യാറ്റിൻകര, കോവളം, ഈ 3 മണ്ഡലങ്ങളാണ് ഒരു ജനറൽ സെക്രട്ടറി എങ്കിൽ അവിടെ പിന്നെ ചുമതലക്കാരനായ ആൾ അവിടെ തന്നെ നിന്ന്, അവിടെ പറ്റുമെങ്കിൽ അവിടെ താമസിച്ച് പ്രവർത്തിക്കുക. അപ്പം ഒരു നിയോജകമണ്ഡലത്തിൽ 2 ബ്ലോക്കാണല്ലോ, ആ 2 ബ്ലോക്ക് പ്രസിഡന്റുമാരുമായിട്ട് സഹകരിച്ച് പ്ലാൻ ചെയ്ത് അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുക. അപ്പൊ അത് തീരുമാനമായി കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം ജില്ല, അപ്പൊ ഇവർക്ക് 13 വൈസ് പ്രസിഡന്റുമാരുണ്ട്. അതിൽ ഒരു വൈസ് പ്രസിഡന്റ് ആയിരിക്കും ഒരു ജില്ലയുടെ ചുമതല. 13 എന്ന് പറയാൻ ചിലപ്പോൾ ഒരാൾക്ക് 2 കൊടുക്കുമായിരിക്കും, 2 ജില്ല കൊടുക്കുമായിരിക്കും. അപ്പൊ വൈസ് പ്രസിഡന്റുമാര് ഓരോ ജില്ലയുടെ ചുമതല കൊടുക്കും. അപ്പൊ ഈ മണ്ഡലങ്ങളിലെ പ്രവർത്തനത്തിന്റെ കൃത്യമായ റിപ്പോർട്ട്, അതായത് പിന്നെ 2 ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഉള്ള റിപ്പോർട്ടുകൾ ജില്ലാതലത്തിലേക്കും പിന്നെ സംസ്ഥാന തലത്തിലേക്കും കൊടുക്കുന്നു. അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെയുള്ള പോരായ്മകൾ, ഇപ്പം ദീപാദാസ് മുൻഷി ചെയ്യുന്നത് പോലെ ഈ ജനറൽ സെക്രട്ടറിമാർക്ക് ഈ മണ്ഡലങ്ങളിലെ പോരായ്മകൾ എന്താണ്, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിലെ ആ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക് ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകുക. അങ്ങനെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ അതൊരു വളരെ ആസൂത്രിതമായിട്ട് ചെയ്യുകയാണ്. ഇപ്പം അവരത് ചെയ്യുന്നത് ഈ വലിയ ജംബോ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കപ്പെടുമ്പോൾ തന്നെ അതിനെ ഒരു ബ്ലെസ്സിംഗ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ പറഞ്ഞ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് കേന്ദ്രത്തിന്റെ ഒരു കൃത്യമായ ഇടപെടൽ. അതായത് കേരളം അവർക്ക് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്, അത് വിട്ടുപോകരുത്. അതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണഫലങ്ങൾ പിന്നെ ഇവിടെ അതാണ് അത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചല്ലോ. AICCയുടെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം അവരൊരു പിന്നെ ഒരു ഇതിനെ വെച്ചിരിക്കുന്നു. ഇവിടെ 2-3 AICC സെക്രട്ടറിമാർക്ക് ചുമതലയുണ്ട് കേരളത്തിന്റെ. അവരെല്ലായിടത്തും പോകുന്നുണ്ട്. അതൊക്കെ വളരെ നിശബ്ദമായ കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അറിയുകയും ചെയ്ത്. എനിക്ക് തോന്നുന്നു 3 ജനറൽ സെക്രട്ടറിമാരാണ്. അതൊന്നും അവര് എല്ലായിടത്തും പോകുന്നുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഏകീകൃതമായ സുസംഘടിതമായ ഒരു പ്രവർത്തന സംവിധാനം അവർ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ താങ്കൾ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ MLA-മാരൊന്നും ഇപ്പം മണ്ഡലത്തിലൊന്നും പോകാതിരിക്കുന്നില്ല. അത് കോൺഗ്രസ് മാത്രമല്ല, എല്ലാ MLA-മാരും ജയിച്ച MLA-മാര് മണ്ഡലത്തില് അവർക്ക് സമയം കിട്ടുന്നില്ല. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും CPI ആണെങ്കിലും അവരെല്ലാവരും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് വാർഡില് നമുക്കറിയാമല്ലോ. ഇപ്പം നമ്മൾ താഴേക്കടയിലേക്ക് എത്തിച്ചെന്നാലും ഒരു പഞ്ചായത്ത് മെമ്പർ അവര് അവിടുത്തെ പ്രവർത്തനത്തിന്റെ രീതി ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുക. ഒരു വീട്ടിൽ ഒരാൾക്ക് ഭക്ഷണമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് അറിഞ്ഞാൽ പോലും ആ വാർഡ് മെമ്പർ അവിടെ എത്തുന്നു, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ. ഇത് രീതിയൊക്കെ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ സ്ത്രീകളും പിന്നെ സംവരണമൊക്കെ വന്നതോടെ അവരൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറഞ്ഞതൊക്കെ പഴയ കഥയായി. ഇപ്പം അത് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എല്ലാ പാർട്ടിക്കാരും ഒരിക്കൽ ജയിച്ചു കഴിഞ്ഞാൽ അവര് അവിടുത്തെ ആ വാർഡിന്റെ സ്വന്തമായിട്ടൊക്കെ മാറുക, അല്ലെങ്കിൽ മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. അങ്ങനെ ഒരു രീതിയാണ് ഇപ്പൊ കാണുന്നത്. ശരി, വളരെ നന്ദി സണ്ണിക്കുട്ടി എബ്രഹാം. എന്തായാലും കോൺഗ്രസ് നേരത്തെ ഒരുങ്ങുന്നു എന്നതാണ് സാഹചര്യം. N. ശ്രീകുമാർ കൂടിയുണ്ട് നമുക്കൊപ്പം. കോൺഗ്രസ് രാഷ്ട്രീയം കൃത്യമായി അറിയുന്ന N. ശ്രീകുമാർ, ഈ കോൺഗ്രസിന് ഇത് മുൻകാലത്ത് ഉണ്ടാവാത്ത ഒരു തയ്യാറെടുപ്പ് എന്നതാണ് നേതാക്കളൊക്കെ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു പ്രഭവകാലത്ത് കരുണാകരനും
കെ ആന്റണിയും ഒക്കെ നയിച്ചിരുന്ന കേരളത്തിൽ വലിയ തരത്തിലുള്ള സംഘടനാ ശക്തിയും പാർട്ടി അധികാരത്തിലും ഒക്കെ ഇരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതിനും അപ്പുറമുള്ള ഒരു തയ്യാറെടുപ്പ് ഇത്തവണ ഉണ്ടോ? അങ്ങനെ അതിനെ വിലയിരുത്താനുണ്ടോ? ഈ പ്രഭാവകാലം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് എപ്പോഴും ഒരു പ്രഭാവം ഉണ്ടായിരുന്നു. അത് രണ്ട് ടേം അധികാരം കിട്ടിയില്ലെങ്കിൽ അത് നശിക്കപ്പെടുന്നില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ കോൺഗ്രസ് ഇപ്പോഴും കോൺഗ്രസ് ആയിട്ട് തന്നെ ആ ഒരു പ്രഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതാരും അറിഞ്ഞിരുന്നില്ല. കാരണം ഇത് ചാനൽ യുഗം, സോഷ്യൽ മീഡിയയുടെ യുഗം ഒക്കെ ആകുമ്പോൾ ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ വരും. മുൻകാലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതാത് ജില്ലകളിലെ DCC പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളൊക്കെ കുറച്ച് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവര് അന്നത്തെ മണ്ഡലം പ്രസിഡന്റുമാര് അന്ന് ബ്ലോക്ക് കമ്മിറ്റികൾ കുറവായിരുന്നു. അതായത് അന്ന് 140 ബ്ലോക്ക് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 280 ബ്ലോക്ക് കമ്മിറ്റികളുണ്ട്.